എവിടാടാന്ന് നിങ്ങള്? ചപ്പാര വ്യൂ ഇതാണ് കേട്ടാ. ചപ്പോര ചപ്പോര എവിടെയാ? അത് നമ്മളിട്ട പേരാ മുന്ന. മുട്ടക്കുന്നൊക്കെ. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണിയാണ്. ഞങ്ങളൊരു വലിയ മലയുടെ മണ്ടയ്ക്ക് താഴെ കൂടെ ഒരു കാട്ടിലൂടെ റിസ്കി ഓപ്പറേഷൻ ആണ്. റിസ്കി ആരാ നോക്കുന്നേ? നോക്കിക്കേ, ഒരു ബീച്ചിൽ പോവാൻ വേണ്ടിട്ട് ഇത്ര റിസ്ക് വേണമായിരുന്നോ? ഇവിടെ ഒരു ഹിഡൻ ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളിത് ആ കാണുന്ന മുട്ടമലയിൽ നിന്ന് ഈ മലയിലെത്തി. അയ്യോ, ഒരു 1.5 ട്രക്കിംഗ് ആയിരുന്നു കേട്ടാ. പക്ഷെ വന്ന് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നമ്മോ ഒരു രക്ഷയുമില്ല. വല്ലാത്തൊരു ഫീല്. പക്ഷെ ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകുന്നതാണ് എനിക്ക് ഒരു ടാസ്ക്. കാരണം അത്ര ടാസ്ക് ആയിരുന്നു. ഓരോരുത്തരൊക്കെ ട്രക്കിങ് കഴിഞ്ഞ് തളർന്ന് വലിയ എന്തെങ്കിലും പറഞ്ഞു. ഭയങ്കര രസമായിരുന്നു. ഭയങ്കര കഥയ്ക്കുക. അടുത്ത കഥ ബീഫ് കയറ്റിയാ പറ ഇവിടെ നിന്ന് പറ. ഇവിടെ നിന്ന് അച്ഛാ ആ കറക്റ്റ് ഡെൽറ്റയുടെ ഷേപ്പാണ്. അതെ, ഓക്കെ ഓക്കെ. വേണമെങ്കിൽ ഈ ചെറിയ മലയും കൂടെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷെ സമുദ്രം എങ്ങനെ നടക്കും? സമുദ്രത്തിൽ നടക്കാൻ പറ്റത്തില്ല. സമുദ്രത്തിലൂടെ നമുക്ക് നീന്തേണ്ടി വരും. ധൈര്യമുള്ളവർക്ക് എന്റെ കൂടെ ഇറങ്ങി. ഞങ്ങളില്ല, ധൈര്യമില്ല. ഇത് ഞങ്ങളുടെ ഗോവയിലെ ട്രക്കിംഗ് എക്സ്പീരിയൻസ്. ഇത് ഈ വ്യൂവിന് എന്താ പറഞ്ഞ ചപ്പോര. അങ്ങനെ ഞങ്ങള് ചപ്പോര വ്യൂ പോയിന്റിലെത്തി കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നടാ നിന്റെ ട്രക്കിംഗ്? അയ്യോ, ഇനി ഇങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ അടിപൊളി. വേണ്ടേ, ഇവിടെ ഒരു പ്രൈവറ്റ് അല്ലേ ഒരു ബീച്ച് ഉണ്ട്. ആ അതൊരു ഓൾമോസ്റ്റ് അത് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് സൺബാത്ത് ചെയ്യുന്ന ഒരു സ്ഥലം. ഞങ്ങള് അവിടുന്ന് അതിൽ കൂടെ പോയി അതിൽ നിന്ന് ഇവിടം വരെ എത്തി. അതെ, ഇതിൽ കൂടെ പോവാനാണ് എന്റെ ഇത്. പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ട്രക്കിങ്. മനുഷ്യ നേരത്തെ വന്ന വഴി മതിയായിരുന്നു. ഇതൊരുമാതിരി ചെയ്തായി പോയി. നോക്കിക്കേ, എന്താണ് പീക്കയ്ക്ക് പറയാനുള്ളത്? കയറി വരുമ്പോഴത്തേക്ക് ആ കാണുന്ന ഡെൽറ്റ പോയിന്റ് കണ്ടോ. കയറാനും ഇറങ്ങാനും ഒക്കെ കുറച്ച് പാടുണ്ടെങ്കിൽ പോലും പക്ഷെ ലുക്ക് കിടുവാട്ടാ. അയ്യോ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഭയങ്കര സൂപ്പർ. കൂടെ കൂവ് കൂവ് കൂവ്.
ട്രക്കിങ്ങിന്റെ മറ്റൊരു മുഖം. എൻ്റെ അമ്മ കമോൺ ഗൈസ്, പെട്ടെന്ന് കയറുക. വല്ലാത്ത ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആവട്ടാ. എന്നാൽ ഗോവയിൽ വന്നിട്ട് ഇതുപോലെ ട്രക്കിംഗ് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ അമ്മ അതിലെ ഇതൊരു ഗോവയിൽ വന്നിട്ടുള്ള ഒരു വല്ലാത്ത അനുഭവമാണ്. ജീവിതത്തിൽ തന്നെ ഒരു വല്ലാത്ത അനുഭവമായിട്ട്. ഇതെല്ലാവരുടെയും ഫസ്റ്റ് ട്രക്കിംഗ് ആണോ? ഫസ്റ്റ്. ഇതൊക്കെ നിസ്സാരം. ഗോവയിലെ ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്തണ്ടാ? തിരിച്ചെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ശരിക്കും. അവിടെ കുഴി, ആ ഫോറസ്റ്റിന്റെ അകത്ത് കയറിയപ്പോ ഞാൻ വിചാരിച്ചു വെട്ട്. അതെ, പക്ഷെ നമ്മുടെ ടൂർ ഗൈഡ് ബിപിൻ സാർ, ഒരു ഹായ് പറ ബിപിൻ സാർ. പുള്ളിയുടെ ധീരതയ്ക്ക് മുമ്പിൽ നമ്മൾ വീണ്ടും ഫോട്ടോ എടുത്ത് നിൽക്കണം. ഞങ്ങൾ തിരിച്ച് വേണ്ട ഫോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ അസ്. ഒരു ബായ് പറയടാ. ഞങ്ങളുടെ മുറുക്ക് പറയടപ്പാ. ബൈ ഗൈസ് പറ. എന്നെ തള്ളി മറിച്ചിടരുത്, ഞാൻ വരുന്നെന്നും പറഞ്ഞിട്ട്. അങ്ങോട്ട്. ഹായ്